AC കനാൽ തുറക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കനാൽ അടിയന്തരമായി തുറക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കുട്ടനാട്ടിലെ ജനങ്ങളുടെയും അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങളുടെയും നിരന്തരമായ ഒരാവശ്യമാണ് AC കനാൽ തുറക്കണമെന്നുള്ളത്. ഒന്നാങ്കര മുതൽ നെടുമുടി വരെയുള്ള ഭാഗം തുറന്നാൽ അത് കുട്ടനാട്ടിലെ ജനങ്ങൾക്കും അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങൾക്കും നെൽകർഷകർക്കും ഏറെ ഗുണകരമാകുമെന്നും ഒരു പരിധിവരെ പ്രളയഭീതി ഒഴിവാക്കാൻ സാധിക്കുമെന്നും MLA പറഞ്ഞു. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് പണി പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. കുട്ടനാട്ടിലെ ജനങ്ങളും അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങളും വലിയൊരു ആവശ്യമാണ് സാർ AC കനാൽ തുറക്കുക എന്നുള്ളത്. AC കനാൽ ഒന്നാം ഘട്ടമായ ഒന്നാം കരയിൽ നെടുമുടിയുള്ള ഭാഗം തുറന്നാൽ അത് കുട്ടനാട് പോലെ തന്നെ അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് തിരുവല്ല ചങ്ങനാശ്ശേരി പെട്ട പ്രദേശത്തിലെ ജനങ്ങൾക്കും അതോടൊപ്പം നെൽകർഷകർക്കും വളരെയധികം പ്രയോജനം ലഭിക്കും. ഈ മേഖലയിലെ കാർഷിക രംഗം അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. മനക്കച്ചിറ മുതൽ ഒന്നാങ്കര വരെയുള്ള ഭാഗം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണെന്നും രണ്ടാം ഭാഗം എന്ന നിലയിൽ ഒന്നാങ്കര മുതൽ നെടുമുടി വരെയുള്ള ഭാഗവും കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. AC കനാല് മനക്കച്ചിറ മുതൽ ഒന്നാങ്കര വരെയുള്ള ഭാഗം ഒന്നാം ഘട്ടം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടമായി വരുന്ന ഒന്നാങ്കര മുതൽ നെടുമുടി വരെയുള്ള ഭാഗമാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സെക്ഷൻ. അതോടൊപ്പം തന്നെ അതിൻ്റെ മൂന്നാം ഭാഗവുമുണ്ട്. പള്ളുരുത്തി വരെ എത്തി നിൽക്കുന്നതാണ് AC കനാല്. എന്നാൽ രണ്ടാം ഘട്ടം ഒന്നാങ്കര മുതൽ നെടുമുടി വരെയുള്ള ഭാഗം അത് പ്രയോജനകരമാക്കാൻ സാധിക്കും. അവിടെ ഉയർന്നു വരുന്ന ഫ്ലഡ് നിയന്ത്രിക്കാൻ ടൂറിസം സാധ്യതകൾക്കെല്ലാം വളരെ പ്രയോജനകരമാകത്തക്ക ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. AC കനാൽ ആ നിലയിൽ തുറക്കുക എന്നുള്ള നിലയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് ചർച്ചകളുമായി പോകുന്നത്. AC കനാൽ തുറക്കുക എന്നത് നാടിന്റെ പ്രധാന ആവശ്യമാണ്. ടൂറിസത്തിന് ഏറെ സാധ്യതകളുണ്ടെന്നുള്ളതും സർക്കാർ മനസ്സിലാക്കുന്നു. പ്രളയഭീതി ഒഴിവാക്കാൻ കനാൽ തുറക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. അതിനാൽ തന്നെ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്ന് അനന്തര നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. ജനകീയ സമരങ്ങളും മാധ്യമ വാർത്തകളും ഫലം കണ്ടു. ഒടുവിൽ പുളുങ്ങുന്ന ജങ്കാർ സർവീസ് പുനരാരംഭിച്ചു. ജനങ്ങളും ജനപ്രതിനിധികളും വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നടത്തിയ ശ്രമങ്ങളാണ് സർവീസ് പുനരാരംഭിക്കാൻ ഇടയാക്കിയത്. ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരുന്ന പുളുങ്ങുന്ന ജങ്കാർ സർവീസ് എന്നേക്കുമായി നിർത്തിയ സർക്കാർ തീരുമാനത്തിനെതിരെ നിരവധിയായ പ്രതിഷേധ സമരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. പ്രതിഷേധങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയും സമരരംഗത്ത് വന്നിരുന്നു. തുടർന്ന് ജങ്കാർ സർവീസ് പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കെയാണ് യാത്രക്കാർക്ക് ആശ്വാസമായി സർവീസ് പുനരാരംഭിച്ചത്. KCV ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളും പലതവണ വാർത്തകൾ സംപ്രേഷണം ചെയ്തിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ താമസമുണ്ടാകാതിരിക്കാൻ തോമസ് കെ തോമസ് MLA മുൻകൈയെടുത്താണ് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ജങ്കാർ സർവീസ് പുനരാരംഭിച്ചത്. സമരത്തോട് സഹകരിച്ച ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ശനിയാഴ്ച രാവിലെ 9-ന് ജങ്കാർ കടവിൽ ജനകീയ പ്രതിരോധ സമിതിയുടെയും ജങ്കാർ സമ്പാദക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിജയാഹ്ലാദ സമ്മേളനം നടത്തി. ജനകീയ പ്രതിരോധ സമിതി കുട്ടനാട് താലൂക്ക് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം പുളുങ്ങുന്ന വികസന പൗരസമിതി കൺവീനർ ജോൺ സി ടിറ്റോ ഉദ്ഘാടനം ചെയ്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ സംഘടനകളും എല്ലാ ജനങ്ങളും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാര് ഇവിടുത്തെ നമ്മുടെ കച്ചവടക്കാര് ഉൾപ്പെടെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടായിരുന്ന നമുക്ക് 30 വർഷമായി ഉണ്ടായിരുന്ന ഒരു സേവനം അത് നിന്നുപോയി. അത് പുനഃസ്ഥാപിക്കണം. നമുക്ക് പാലം വരുന്നത് വരെ ഇത് പുനഃസ്ഥാപിക്കണം എന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ. അത് സ്ഥാപിച്ചു കിട്ടുവാൻ നമ്മളെ എല്ലാവരും സഹായിച്ചു. സർക്കാരിൻ്റെ ആൾക്കാർ, MLA, MP, അതുപോലെ തന്നെ പഞ്ചായത്ത് എല്ലാവരും ഇതിൻ്റെ പുറകെ പോയി. നമ്മൾ അതിശക്തമായ നിലയിൽ സമരങ്ങൾ എടുത്തു. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾ ഈ സംരംഭത്തിന് നല്ല പിന്തുണ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ ഇത് ലഭിച്ചത്. ഇത് നമുക്ക് ഇനി ഇത് നിർത്താതെ പോകുവാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കണം. ജങ്കാർ സമ്പാദക സമിതി ചെയർമാൻ അലക്സ് മാത്യു, JPS താലൂക്ക് സെക്രട്ടറി PR സതീശൻ, VR അനിൽ, AS വിശ്വനാഥൻ, ഷാരോൺ ടിറ്റോ, ജോഷി പരുത്തിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ NCPയിലെ ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി വിട്ടു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന റെജി ചെറിയാന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ചേക്കേറാനാണ് ഇവരുടെ തീരുമാനം. NCP സംസ്ഥാന ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും വിവിധ ജില്ലാ ഭാരവാഹികളും പാർട്ടി വിട്ടതായി റെജി ചെറിയാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലയന സമ്മേളനം അടുത്ത മാസം ആലപ്പുഴയിൽ നടത്തും. ഉപാധികളില്ലാതെ UDFൽ എത്തുന്നതിന് ജോസഫ് വിഭാഗവുമായി ചർച്ച നടത്തി. സംസ്ഥാന നേതൃത്വത്തിൻ്റെതടക്കം പക്ഷപാതപരമായ നിലപാടിൽ പ്രതിഷേധിച്ചാണിതെന്നും റെജി ചെറിയാൻ വ്യക്തമാക്കി. ഞങ്ങൾക്കെല്ലാം പുകമറയല്ല, ഞങ്ങൾക്കെല്ലാം അറിയാം.
എല്ലാ സംഭവങ്ങളും എന്താണ് ഈ പാട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇതൊരു ഷെയർ ഹോൾഡിംഗ് കമ്പനിയാണ്, കുറച്ചു പേർക്ക് മാത്രം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തെല്ലാമാണോ കലാകാരങ്ങളിൽ കിട്ടുന്നത് അത് സുഖമായി അനുഭവിച്ച് മുമ്പോട്ട് പോവുക. ഞാൻ ഈ പാർട്ടിയിൽ ചേർന്നത് ഒരു പൊതുപ്രവർത്തനം നല്ല രീതിയിൽ നടത്തുവാൻ സാധിക്കും. ഞാൻ PC ചാക്കോ എന്നൊരു വ്യക്തിയെ കണ്ട് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ മുൻപോട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ ഒരു സംഘടനയിൽ നിന്നാൽ നാളെ ഒരു കാലത്തും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് നല്ലൊരു പേര് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം എവിടെ ചെന്നാലും മോശം അഭിപ്രായമേ ഉണ്ടാവും. കുട്ടനാട് MLA തോമസ് കെ തോമസ് NCPയിൽ ഏത് വിഭാഗത്തിനൊപ്പമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. കേരളത്തിൽ ഒരു മന്ത്രിയെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. NCP കേരളത്തിൽ പലരുടെയും സ്വന്തം പാർട്ടിയായി മാറി. അതിനാൽ NCPയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ല. അഹങ്കാരം ആര് കാണിച്ചാലും വോട്ട് മാറ്റി ചെയ്യുമെന്ന് ജനം കാണിച്ചു കൊടുത്ത തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നതെന്നും റജി ചെറിയാൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ NCP സംസ്ഥാന കമ്മിറ്റി അംഗം ജോബിൻ പെരുമാൾ, ജില്ലാ സെക്രട്ടറി സുനിൽ ജോസഫ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആലിസ് ജോഷി എന്നിവരും പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പൺ വാട്ടർ റാഞ്ചിംഗ് പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ തിരഞ്ഞെടുത്ത കടവുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു തുടങ്ങി. ഇതിന്റെ ഭാഗമായി നെടുമുടി പഞ്ചായത്തിലെ നെടുമുടി കടവിൽ 2,50,000 കാർപ്പ് കുഞ്ഞുങ്ങളെയും 7,500 കരിമീൻ കുഞ്ഞുങ്ങളെയും നിക്ഷേപിച്ചു. തദ്ദേശീയ മത്സ്യങ്ങളുടെ ലഭ്യത ക്രമാതീതമായി കുറയുന്ന സാഹചര്യത്തിൽ ഇതിന് പരിഹാരം കാണുന്നതിനായാണ് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ തിരഞ്ഞെടുത്ത കടവുകളിൽ 50,000 കരിമീൻ, 50,000 പൂമീൻ, 8 ലക്ഷം കാർപ്പിനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങൾ, 12 ലക്ഷം കാരച്ചെമ്മീൻ കുഞ്ഞുങ്ങൾ എന്നിവയാണ് നിക്ഷേപിക്കുന്നത്. നെടുമുടിക്കടവിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സ്യവിത്ത് നിക്ഷേപ പരിപാടി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മത്സ്യകർഷകരൊക്കെ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു കൈത്താങ്ങായി, അതുപോലെ നമുക്ക് അല്ലാതെ ആളുകൾക്ക് ഇതിനെ പൂർണ്ണ വളർച്ചയെത്തി പിടിച്ച് നമുക്ക് നമ്മുടെ മത്സ്യം കഴിക്കുന്നതിനും വേണ്ടിയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നിക്ഷേപിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്ന നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനും ബാക്കി എല്ലാ അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വളരെയേറെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് സമ്മേളനത്തിൽ നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി, നെടുമുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വർഗീസ് ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത്, ഫിഷറീസ് ഓഫീസർ അഞ്ജു M സഞ്ജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ, കർഷകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ മർദ്ദനമേറ്റ ദളിത് യുവതിക്ക് നിയമസഹായം ഉറപ്പാക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി. പരിക്കേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചേർത്തല തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് 15-ാം വാർഡ് 5 പുരയ്ക്കൽ നിലാവിനെ ലീഗൽ സർവീസസ് അതോറിറ്റി അംഗങ്ങൾ സന്ദർശിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ B ബിന്ദുഭായ്, വിക്ടിം ക്രൈം സെന്റർ അംഗം അഡ്വക്കേറ്റ് സിനു, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ലീഗൽ അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് നിഖിത എന്നിവരാണ് സന്ദർശിച്ചത്. ലീഗൽ സർവീസസ് അതോറിറ്റി സീനിയർ സിവിൽ ജഡ്ജും സെക്രട്ടറിയുമായ പ്രമോദ് മുരളിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സന്ദർശനം. യുവതിയുടെ ബന്ധുക്കളുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. യുവതിക്ക് ആവശ്യമായ എല്ലാ നിയമസഹായവും പരിരക്ഷയും ലീഗൽ സർവീസസ് അതോറിറ്റി ഉറപ്പാക്കുമെന്ന് സന്ദർശനത്തിന് ശേഷം ഇവർ പറഞ്ഞു. ചേർത്തലയിലെ യുവതിക്ക് മർദ്ദനമേറ്റ സംഭവം നമ്മൾ മാധ്യമത്തിലൂടെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം അവരിപ്പം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ ഇന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജിമായ പ്രമോദ് മുരളി സാറിന്റെ നിർദ്ദേശാനുസരണം 2 വനിതാ അഭിഭാഷകരെയും കൂടെ കൂട്ടിയാണ് ഇവിടെ ഇന്ന് സന്ദർശനത്തിനെത്തിയത്. അപ്പൊ ഇവർക്ക് വേണ്ടുന്ന നിയമ സഹായം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഉറപ്പാക്കുന്നു. വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആധുനിക സൗകര്യങ്ങളോടുകൂടി MCFന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു.
11ാം വാർഡിലെ ചീരഞ്ചിറയിൽ പഞ്ചായത്ത് സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് MCF-നായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. നമ്മൾ 6 വർഷക്കാലമായിട്ട് നമുക്ക് മെയിൻ MCF എന്നുള്ളൊരു സ്വപ്നം ഇതുവരെ ആയിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് വസ്തുവിൻ്റെ ലഭ്യത കുറവ് കാരണമാണ് അത് നടക്കാതെ പോയത്. ഇപ്പോൾ നമ്മൾ 5 സെൻറ്റ് സ്ഥലം നമ്മുടെ പഞ്ചായത്ത് തന്നെ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങി നമ്മളവിടെ ഇന്ന് മെയിൻ MCF-ൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ആ നിർമ്മാണോദ്ഘാടനം നടത്തി 90 ലക്ഷം രൂപയാണ് നമ്മളതിന് വകയിരുത്തിയിരിക്കുന്നത്. ടൈഡ് ഫണ്ടിൽ നിന്നാണ് നമ്മളത് വകയിരുത്തിയിരിക്കുന്നത്. ആ കെട്ടിടം 4 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് നമ്മൾ കോൺട്രാക്ടർ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ വാഴപ്പടി പഞ്ചായത്തിന് വലിയൊരു സ്വപ്നം തന്നെ സാക്ഷാത്കരിക്കുന്ന ഒരു സാധ്യതയിലേക്കാണ് വരുന്നത്. ചടങ്ങിൽ വാർഡ് മെമ്പർ ബിനു മൂലയിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഷിൻ തലക്കുളം മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ ലാലിമ ടോമി, ഷേർലി തോമസ്, ശശികുമാർ തത്തനപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി ഷൈജു ജേക്കബ്, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തകഴിയിൽ ആരംഭിച്ച വനിതാ സ്വയം തൊഴിൽ സംരംഭമായ ഗോൾഡൻ വിങ്സ് ബോട്ടിക്കിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടന്നു. വ്യവസായ വികസന വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏകദേശം 11-12 സംരംഭങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു. ഈ വർഷം അതുപോലെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ വ്യവസായ സംരംഭം എന്ന് പറഞ്ഞാൽ ഈ വ്യവസായ സംരംഭത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാനും അവർക്ക് ഇപ്പോൾ വെളിയിലൊക്കെ സാധ്യത കുറവായതുകൊണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഇതുണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വേറെ 2-3 കുടുംബങ്ങൾ കൂടി ഇപ്പം ഇവിടെ ജോലിക്കായി എത്തുന്നവർക്കും അങ്ങനെ 2-3 കുടുംബങ്ങൾ കൂടി വരുമാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദേവി പൂർണിമ ചേർന്ന് നടത്തുന്ന ഈ സംരംഭം വളരെ നല്ല ഉയരങ്ങളിൽ എത്തുവാനും. തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അജയകുമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മദൻലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജയശ്രീ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരദ്, ശ്രീജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ഷിബു, വ്യവസായ വികസന ഓഫീസർ ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. TJ ദേവി, G. പൂർണിമ എന്നിവരുടെ ഉടമസ്ഥതയിലാണ് ഗോൾഡൻ വിങ്സ് ബോട്ടിക് എന്ന പുതിയ സംരംഭം ആരംഭിച്ചത്. ചങ്ങനാശ്ശേരി വാഴൂർ റോഡിലെ റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡിന്റെ കൈവരിയിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് അപകടം. സ്വകാര്യ കമ്പനിയിലേക്ക് ഗോതമ്പുമായി വന്ന വാഹനമാണ് പുലർച്ചെ 5 മണിയോടുകൂടി അപകടത്തിൽപ്പെട്ടത്. ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നും തെങ്ങണ ഭാഗത്തേക്ക് പോയ വാഹനം സിഗ്നൽ കഴിഞ്ഞ് അപ്രോച്ച് റോഡ് തുടങ്ങുന്ന ഭാഗത്താണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഏകദേശം 10 അടിയോളം താഴ്ചയുള്ള പഴയ റോഡിലേക്ക് വലിയ കല്ലുകളും തൂണും വീണു. താഴെയുള്ള റോഡിന് സമീപത്തെ കടകളിൽ നിന്നും സാധാരണയായി ചായ കുടിക്കാൻ ധാരാളം തൊഴിലാളികളും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി യാത്രക്കാരും എത്താറുള്ളതാണ്. അപകട സമയത്ത് ആരും ഇവിടെ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. നെടുമുടി സൗത്ത് ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികൾക്കായി വിവിധ ക്ലബ്ബുകൾ രൂപീകരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാടൻപാട്ട് ശില്പശാലയും സംഘടിപ്പിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് GR ശ്രീ രണദിവെ അധ്യക്ഷനായിരുന്നു. കുട്ടനാട് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനൻ പിള്ള, സ്കൂൾ ഹെഡ്മാസ്റ്റർ ദിനേശ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. തുറവൂർ മണിക്കുട്ടനും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടോടെയാണ് പരിപാടി സമാപിച്ചത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ലോക ജനസംഖ്യാ ദിനാചരണം സംഘടിപ്പിച്ചു. ആശുപത്രി അങ്കണത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ 2 കുട്ടികൾ തമ്മിൽ എത്ര വ്യത്യാസം വേണം, നമുക്ക് മൊത്തത്തിൽ എത്ര കുട്ടികൾ വേണം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനും തീരുമാനിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി പ്ലാൻ ചെയ്ത് പോകാനും ഒക്കെയുള്ള ഒരു അവസരവും കൂടി ആയിട്ടാണ് ആരോഗ്യവകുപ്പ് ഈ ദിനത്തെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ അങ്കണത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയും ചില കുട്ടികൾ വേണ്ട, എനിക്ക് പ്രസവം ഗർഭം വേണ്ട, അത് ഏത് വേണമെന്ന് ഒരിക്കലും ഒരു ആരോഗ്യ പ്രവർത്തകർ നിങ്ങളോട് പറയില്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗം സ്വീകരിക്കാം. അപ്പം അങ്ങനെയുള്ള മാർഗ്ഗങ്ങളെ പറ്റിയൊക്കെ അറിയാനും അതേപോലെ തന്നെ നമ്മുടെ കൊച്ചുകുട്ടികൾ ഈ കഴിഞ്ഞ മാസവും നമ്മുടെ അമ്മത്തൊട്ടിൽ നിന്ന് നമുക്കൊരു കുട്ടിയെ WHO ഹോസ്പിറ്റലിൽ കിട്ടിയിരുന്നു. സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശ്യാമമോൾ PS അധ്യക്ഷത വഹിച്ചു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബീന, ഏകാരോഗ്യം ജില്ലാ മെന്റർ ഉണ്ണി അഹമ്മദ്, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ ബീന, SM ബിന്ദു, നിർമ്മല അഗസ്റ്റിൻ, ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. BCF കോളേജ് ഓഫ് നഴ്സിംഗ് ചമ്മനാഗിരി, ജനറൽ ആശുപത്രി ആലപ്പുഴ എന്നിവിടങ്ങളിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൈം, ഫ്ലാഷ് മോബ് തുടങ്ങി വൈവിധ്യമാർന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ ശ്രദ്ധേയമായി. ബംഗളൂരുവിൽ സ്ഥാപിക്കാൻ മാന്നാറിൽ നിന്നും മഹാകവി കുമാരനാശാന്റെ ശില്പം. ബംഗളൂരു ശ്രീനാരായണ സമിതിയുടെ നേതൃത്വത്തിലാണ് ആശാന്റെ അർത്ഥകായ പ്രതിമ മാന്നാറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം മഹാനഗരത്തിലേക്ക് കൊണ്ടുപോയത്. 80 കിലോയോളം തൂക്കമുള്ള കുമാരനാശാന്റെ ശില്പം കഴിഞ്ഞ ദിവസമാണ് മാന്നാറിൽ നിന്നും ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത്. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ മാന്നാർ ഇരമത്തൂർ കലാലയം വിനോദിന്റെ കരവിരുതിലാണ് 2.5 അടി പൊക്കത്തിലും 2.5 അടി വീതിയിലുമായി കുമാരനാശാന്റെ പ്രതിമ നിർമ്മിച്ചത്. സിമന്റും പ്രത്യേക കളിമണ്ണും ഉപയോഗിച്ച് ഏകദേശം 45 ദിവസത്തോളം എടുത്താണ് ആശാന്റെ അർത്ഥകായ പ്രതിമ നിർമ്മിച്ചതെന്ന് വിനോദ് കലാലയം പറഞ്ഞു. ചിത്രങ്ങളുടെയായി പിന്നെ മന്നത്ത് പനാപന, അയ്യങ്കാളി, പിന്നെ ഇപ്പം കുമാരനാശാന്റെ, അങ്ങനെ നിരവധി പിന്നെ ക്ഷേത്രങ്ങളും പള്ളികളിലുമായിട്ടുള്ള കുറേ വർക്കുകൾ, രാഷ്ട്രീയക്കാരുടെ അച്യുതാനന്ദൻ്റെ വെള്ളാപ്പള്ളിയുടെ, അങ്ങനെ കുറേ റിലീഫ് വർക്കുകളായിരുന്നു. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്ക് സമയത്ത് ചെയ്തിട്ടുള്ള വർക്കാണ്, റിലീഫ് വർക്കാണ്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ, അതുപോലെ തന്നെ ഒരു 30 ദിവസത്തിന് മേളായി വർക്ക് തുടങ്ങിയിട്ട്. ഇത് നമ്മുടെ ബാംഗ്ലൂർ ശ്രീനാരായണ ഗുരു സമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നൊരു സംഭവമാണ്. കുമാരനാശാൻ്റെ ഒരു ശില്പിയുടെ മണ്ഡപത്തിലേക്കുള്ള വർക്ക് തുടങ്ങിയിട്ട് അതിന് പറയാൻ വാക്കുകളില്ല. അതുപോലെ ആശാന്റെ ഒരു പ്രതിഭയ്ക്കാണ്ട് ആദ്യത്തെ വർക്കും കൂടെയാണ് ആശാന്റെ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിമയുടെ അനാച്ഛാദനം നടക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ ശില്പി വിനോദ് കലാലയത്തിന് ആദരവും ഉപഹാരവും നൽകുമെന്ന് ബംഗളൂരു ശ്രീനാരായണ സമിതിയുടെ പ്രസിഡന്റ് രാജ്മോഹൻ ഒച്ചിറ, ജനറൽ സെക്രട്ടറി MK രാജേന്ദ്രൻ മാന്നാർ എന്നിവർ അറിയിച്ചു. ശ്രീനാരായണ ഗുരു ബംഗളൂരുവിലെത്തിയപ്പോൾ അസൂർ തടാകക്കരയിൽ ഏറെ നേരം ചെലവഴിച്ചതായി ചരിത്രരേഖകൾ പറയുന്നു. ആ പുണ്യസ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഗുരുമന്ദിരത്തിന്റെ കവാടത്തിലാണ് കുമാരനാശാന്റെ പ്രതിമ സ്ഥാപിക്കുന്നത്. ബംഗളൂരുവിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കുമാരനാശാന് ഇത്തരത്തിൽ സ്മൃതി മണ്ഡപം ഒരുക്കുന്നത്. 47 വർഷമായി ബംഗളൂരുവിൽ ഗുരുധർമ്മ പ്രചരണവും സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് ബംഗളൂരു ശ്രീനാരായണ സമിതി. വിനോദിന്റെ പിതാവ് ചെന്നിത്തല മഹാത്മാ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്നു. പിതാവിൽ നിന്നാണ് വിനോദിന് കല പകർന്നു കിട്ടിയത്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ശില്പമാണ് ഈ കലാകാരൻ ആദ്യമായി നിർമ്മിച്ചത്. വർഷങ്ങളായി ശില്പങ്ങൾ നിർമ്മിക്കാറുണ്ടെങ്കിലും കുമാരനാശാന്റെ ശില്പം ആദ്യമായാണ് നിർമ്മിക്കുന്നതെന്ന് വിനോദ് പറഞ്ഞു. മഹാകവിയുടെ ശില്പം നിർമ്മിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ കലാകാരൻ. കുട്ടനാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെയും ഓഫീസിന്റെ പരിധിയിലുള്ള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലെയും ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുന്നു. ഫയലുകൾ സംബന്ധിച്ച പരാതികൾ ജൂലൈ 18 വരെ നൽകാം. കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, വെളിയനാട്, മങ്കൊമ്പ്, തലവടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് തലങ്ങളിലാണ് ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. 2023 ഡിസംബർ 31-നുള്ളിൽ ആരംഭിച്ച് തീർപ്പാക്കാത്ത ഫയലുകൾ സംബന്ധിച്ച പരാതികൾ DEO, AEO ഓഫീസുകളിൽ ജൂലൈ 18 വരെ നൽകാം. കോടതികളുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ പരിഗണിക്കില്ല. ആലപ്പുഴ ജില്ല ഉൾപ്പെടുന്ന മേഖലാ ഫയൽ അദാലത്ത് ആഗസ്റ്റ് 5-ന് കൊല്ലം തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. SNDP ബ്രാഞ്ച് നമ്പർ 2349 കണ്ണാടി കിഴക്ക് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് സ്കന്ദചരിതയജ്ഞം ആരംഭിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് സിനിമ, കോമഡി താരം
പുന്നപ്ര പ്രശാന്ത് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അപ്പം അത് നമ്മുടെ വീട്ടിൽ ശീലമാക്കി വെച്ചെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ദൈവികപരമായിട്ടുള്ള കാര്യമാണ്, നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി അത് അവൻ്റേതാണ്, അവന് വേണ്ടിയിട്ടും കൂടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ തട്ടുവണ്ണം അവനെ പ്രാപ്തനാക്കണം. അല്ലെ എന്തെങ്കിലും വരുമ്പോൾ, എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ കുറച്ചാൾ കുറേ വഴിപാട് ചെയ്ത് കുറേ പൂജ ചെയ്ത് ദൈവത്തിൻ്റെ അടുത്ത് പോയി ഒരു കാര്യമില്ല. ഈ മാസം 13, 14, 15 തീയതികളിലായി സ്കന്ദചരിത പാരായണം, ശക്തിവേൽ പൂജ, നവഗ്രഹ പൂജ, അഷ്ടസിദ്ധി മഹാഗണപതി ഹോമം എന്നീ ചടങ്ങുകളും 15-ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠാ വാർഷികവും നടക്കും. ക്ഷേത്രം തന്ത്രി കുമരകം ബ്രഹ്മശ്രീ ഗോപാലൻ തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി അനൂപ് ശാന്തി, നന്ദു കൃഷ്ണൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ഉദ്ഘാടന സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് MR സജീവ് അധ്യക്ഷനായിരുന്നു. യജ്ഞാചാര്യൻ കലാരത്നം അച്യുത ശാസ്ത്രികൾ യജ്ഞമാഹാത്മ്യ പ്രഭാഷണം നടത്തി. പൗരാണികരായ പുതിയവിള ശശികുമാർ, ഹരിനാരായണൻ പോറ്റി എന്നിവർ സന്നിഹിതരായിരുന്നു. ശാഖായോഗം വൈസ് പ്രസിഡന്റ് PK മണിയൻ, കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം പ്രസിഡന്റ് പുഷ്പ ബിജു, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് PM ജയൻ, സെക്രട്ടറി ബിനോഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.